പഹൽഗാം അറ്റാക്കിനെ കുറിച്ച് കുറേ അധികം ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. ഇപ്പോൾ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു, ഇപ്പോൾ സംഘർഷം മാറി, ഇനി കുറേ അധികം ചോദ്യങ്ങൾ മുമ്പ് നമുക്ക് ചോദിക്കാൻ പറ്റാതിരുന്ന, ആ സമയത്ത് ചോദിക്കാൻ പറ്റില്ല. കാരണം ഒന്ന്, 26 ജീവനുകൾ നമ്മുടെ സഹോദരങ്ങൾ നഷ്ടമായതാണ്. ആ സമയത്ത് ഒരു ഗ്രീഫിൻ്റെ സമയമാണ്. ആ സമയത്ത് ആ ചോദ്യം അല്ലായിരുന്നു ഉന്നയിക്കേണ്ടത്. ഭീകരന്മാരെ പിടികൂടുക, തിരിച്ചടി നൽകുക തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു രാജ്യത്തിൻ്റെ ഐക്യം വേണ്ടിയിരുന്നത്. പക്ഷേ അവിടെ ഉണ്ടായ ഗ്രേവായിട്ടുള്ള സെക്യൂരിറ്റി ലാപ്സ്, ആ സെക്യൂരിറ്റി ലാപ്സിനെ കുറിച്ച് രാജ്യത്തോടല്ലെങ്കിലും ആ കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കളോട് പ്രധാനമന്ത്രി വിശദീകരിക്കണം. അതിൻ്റെ കാരണം ഈ പെഹൽഗാം അറ്റാക്ക് ഉണ്ടാകുന്നത് ഏപ്രിൽ 23-നാണ്. അതിന് ഏതാണ്ട് 4-5 ദിവസം മുമ്പാണ്, ഏപ്രിൽ 19, അതിന് 2 ആഴ്ച മുമ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കശ്മീരിലെത്തി ഒരു സുരക്ഷാ യോഗം വിളിക്കുകയും ആ യോഗത്തിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയെ പങ്കെടുപ്പിച്ചിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്, ഈ സെക്യൂരിറ്റി റിവ്യൂ മീറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്, നോക്കൂ കശ്മീർ എത്ര സുരക്ഷിതമായിരിക്കുന്നു, ഇവിടെ ടൂറിസവും മറ്റ് എക്കണോമിക് സെക്ടറുകളെല്ലാം നന്നായി പോകുന്നു, ഇത് സർക്കാരിൻ്റെ ഒരു ഭരണ നേട്ടമായിട്ട് തന്നെ അദ്ദേഹം വ്യാഖ്യാനിച്ചിരുന്നു. പക്ഷേ അതിന് തൊട്ടുടനെ ഏപ്രിൽ 19-ാം തീയതി പ്രധാനമന്ത്രി കശ്മീരിൽ പങ്കെടുക്കാതിരുന്നൊരു പരിപാടി തൊട്ട് തലേന്ന് ക്യാൻസൽ ചെയ്യുകയുണ്ടായി. ആ തൊട്ട് തലേന്ന് ക്യാൻസൽ ചെയ്ത് എന്തിനാണ് എന്നതിനെക്കുറിച്ചുള്ള ചോദ്യം, മോശം കാലാവസ്ഥയെ തുടർന്നാണ് അത് മാറ്റിവെച്ചതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ പെഹൽഗാം അറ്റാക്ക് ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് അതുപോലെ rediff.com, ദി ഹിന്ദു, ഈ 3 മാധ്യമങ്ങൾ ഈ പെഹൽഗാം അറ്റാക്കിനെ കുറിച്ചുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ അധികൃതർക്ക് ലഭിച്ചിരുന്നുവെന്നും, അതായത് ഒരു ആക്രമണ സാധ്യത, ഏപ്രിൽ മാസത്തിൽ ഒരു ആക്രമണ സാധ്യത ശ്രീനഗറിലും പരിസര പ്രദേശങ്ങളും ഉണ്ടാകും എന്ന വിവരം ലഭിച്ചിരുന്നുവെന്നും, അക്കാരണത്താലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടി ക്യാൻസൽ ചെയ്തെന്നുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ ഉദ്ധരിച്ച് തന്നെയാണ്, അവിടുത്തെ അധികൃതർ ഉദ്ധരിച്ചാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് ലഭിച്ചിരുന്നു എന്ന്. അങ്ങനെ ആ വാർത്ത ഇപ്പോൾ ആ വാർത്ത നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ ആ വാർത്ത കിട്ടില്ല. വാർത്ത കിട്ടും ചിലപ്പോൾ, ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ആ കണ്ടൻറ് ഉണ്ടാവില്ല. മുമ്പ് വാർത്ത ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ കണ്ടൻറ് ലഭിക്കില്ല. എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള മാധ്യമ സ്ഥാപനങ്ങളാണ് വ്യക്തമാക്കേണ്ടത്. അങ്ങനെ ലഭിച്ചിരുന്നോ, ഒരു ഇൻ്റലിജൻസ് വിവരം ലഭിച്ചിരുന്നോ, അത് അവഗണിക്കപ്പെട്ടോ? ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് അങ്ങനെ ഇൻ്റലിജൻസ് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പരിപാടി റദ്ദാക്കണം, അതിന് സുരക്ഷ ഏർപ്പെടുത്തണം. പക്ഷേ പ്രധാനമന്ത്രിയുടെ ജീവനെ പോലെ തന്നെ സുരക്ഷിതമായിരിക്കണം കശ്മീരിലെ ജനങ്ങളുടെയും അവിടെ എത്തുന്ന ടൂറിസ്റ്റുകളുടെയും. അപ്പോൾ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇൻ്റലിജൻസ് വിവരം ഉപയോഗിക്കപ്പെട്ടോ? അവിടെ എന്തെങ്കിലും ഇൻ്റലിജൻസ് വീഴ്ചയുണ്ടായോ? അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ച വന്നോ? ഈ സംഭവം നടന്ന ബൈസരൻ വാലിക്ക് തൊട്ടടുത്ത് 3 സൈനിക കേന്ദ്രങ്ങളുണ്ട്, സൈനിക ബേസ് ക്യാമ്പുകളുണ്ട്. ആ ക്യാമ്പുകളിൽ സുരക്ഷാ സൈന്യം ഉണ്ടായിരുന്നോ? ഈ പറയുന്ന അമർനാഥ് റോഡാണ്, ആ യാത്ര പോകുന്ന റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ബൈസരൻ വാലി. കനത്ത സെക്യൂരിറ്റി സംവിധാനമുള്ള ഒരു റോഡാണത്. ആ റോഡിൽ എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയുണ്ടായോ? ഈ ഭീകരന്മാർ എങ്ങനെ അതിർത്തി കടന്നെത്തി? ഈ ചോദ്യം നമ്മൾ ചോദിക്കുന്നതല്ല. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ബോംബെ ടെറർ അറ്റാക്കിനെ കുറിച്ച് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണത്. ഈ ഭീകരന്മാർ എങ്ങനെ അതിർത്തി കടന്നെത്തി? നിങ്ങളുടെ കയ്യിലായിരുന്നില്ലേ അധികാരം? നിങ്ങളല്ലേ അതിർത്തി കാക്കേണ്ടവർ? എങ്ങനെയാണ് ഭീകരന്മാർ അതിർത്തി കടന്നെത്തിയതെന്ന് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് രാജ്യത്തെ പൗരന്മാർ ചോദിക്കേണ്ട ചോദ്യം. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഈ 26 പേരെ കൂട്ടക്കൊല ചെയ്ത ആ ഭീകരന്മാരെ പിടികൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അത് ഇനിയും സാധിച്ചിട്ടില്ല. അവരെവിടെയെന്നറിയില്ല, അവർ വന്നതെങ്ങനെയെന്നറിയില്ല, അവരെങ്ങോട്ട് പോയി എന്നറിയില്ല. അവരെവിടെ എന്നതിനുള്ള ഉത്തരം കിട്ടണം, അല്ലെങ്കിൽ അവരെ കണ്ടെത്തിയേ മതിയാവും. നമ്മൾ പാകിസ്ഥാനിൽ കടന്നു കയറി ഭീകര ക്യാമ്പുകൾ തകർത്തു, ഭീകരന്മാരെ കൊന്നു എന്ന് പറയുമ്പോൾ പോലും ഇതിൻ്റെ യഥാർത്ഥ കൾപ്രിറ്റുകൾ, ഇത് ചെയ്ത ആളുകളെ കണ്ടെത്തണ്ടേ, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണ്ടേ? അത് എപ്പോൾ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള മറുപടിയും പ്രധാനമന്ത്രി പറഞ്ഞേ പറ്റൂ. അതിന് ഏറ്റവും നല്ല ജനാധിപത്യപരമായ മറുപടിയും അദ്ദേഹം വാർത്താ സമ്മേളനം നിങ്ങളൊന്നും അഭിസംബോധന ചെയ്യേണ്ട, ജേർണലിസ്റ്റുകളുടെ ചോദ്യങ്ങൾ കേൾക്കുകയും വേണ്ട, പാർലമെൻറ്റിന് മുമ്പിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയും പാർലമെൻറ്റ് അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും വേണം.